വയനാട് 900 കണ്ടിയിലെ റിസോർട്ടിൽ ടെന്റ് വീണ യുവതി മരിച്ച കേസിൽ റിസോർട്ട് മാനേജറും സൂപ്പർവൈസറും അറസ്റ്റിലായിരിക്കുന്നു. മാനേജർ സ്വച്ഛന്ദ്, സൂപ്പർവൈസർ അനുരാഗ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇരുവരെയും ഈ മാസം 28 വരെ റിമാൻഡ് ചെയ്തു. അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരും. അനീസ് അലി, പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന ആളുകളുടെ ഒരു ഇഷ്ടപ്പെട്ട ഇടമാണ് 900 കണ്ടി എന്ന് പറയുന്നത്. വെക്കേഷനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു വാർത്ത വന്നത് വലിയ ഞെട്ടലോടെ കൂടെയാണ് കേട്ടത്. അപ്പോൾ അതിലേക്ക് ഇനി കൂടുതൽ നടപടികളിലേക്ക് കൂടെ പോലീസ് കടന്നിരിക്കുന്നു. തീർച്ചയായും ഇന്നിപ്പോ പ്രാഥമികമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. റിസോർട്ട് മാനേജറും സൂപ്പർവൈസറുമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഈ റിസോർട്ടിന് നടത്തിപ്പിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് ഇന്നലെ തന്നെ മേപ്പാടി പഞ്ചായത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. 2 വർഷം മുമ്പേ ഇവരുടെ ലൈസൻസ് കഴിഞ്ഞതാണ്. അത് പിന്നീട് പുതുക്കി നൽകിയിട്ടില്ല എന്നാണ് മേപ്പാടി പഞ്ചായത്ത് അറിയിച്ചത്. ഏതായാലും ഇപ്പോൾ മാനേജർ സ്വച്ഛന്ദ്, അതുപോലെ സൂപ്പർവൈസർ അനുരാഗ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇന്നലെ ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ പുലർച്ചെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ആ സമയത്ത് നിലമ്പൂരിൽ നിന്ന് എത്തിയിട്ടുള്ള വിനോദസഞ്ചാരിയായ 24-കാരിയാണ് മരിച്ചിട്ടുള്ളത്. അവർക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് കൂടി പരിക്കേറ്റിരുന്നു. അവരുടെ പക്ഷേ പരിക്ക് ഗുരുതരമല്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. 16 പേരാണ് ഇവർ ഇന്നലെ ആ പ്രദേശത്ത് ടെന്റ് അടിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇന്നലെ പ്രദേശത്ത് കനത്ത മഴയുണ്ടായിരുന്നു. പക്ഷെ ഈ മഴയിൽ തകർന്നു വീഴാൻ പാകത്തിൽ അത്രയും ദുർബലമായിരുന്നു ഈ കെട്ടിടം, അല്ലെങ്കിൽ ഈ ഒരു ടെന്റ് എന്നതാണ് മനസ്സിലാകുന്നത്. നമ്മൾ അവിടെ പോയി പരിശോധിക്കുമ്പോൾ അത്ര ദുർബലമായ മരത്തടികളും അതുപോലെ തന്നെ വൈക്കോലും പുല്ലുമൊക്കെ മേഞ്ഞ ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് മഴവെള്ളം ഇതിന് മുകളിൽ ഭാരം തൂങ്ങുകയും അതിനുശേഷം താഴെ ഉറപ്പില്ലാത്ത പ്രദേശമായതുകൊണ്ട് ഇത് തകർന്നു പോവുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽപ്പെട്ടാണ് യുവതിക്ക് മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വലിയ ദുരന്തം കഴിഞ്ഞ്, അതായത് മേപ്പാടിയിലെ ഏറ്റവും പ്രയാസമുണ്ടാക്കിയ കഴിഞ്ഞ വർഷത്തെ ദുരന്തം കഴിഞ്ഞതിന് ശേഷം ടൂറിസം മേഖല പൂർണ്ണമായും ഇല്ലാതായ ഒരു നിലയിൽ നിന്ന് കരകയറി വരികയായിരുന്നു. അതിനിടയിലാണ് നാടിനെ നടുക്കിയ വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. എന്തായാലും വലിയ പ്രയാസത്തിലാണ് പ്രദേശം ഒന്നാകെ. ജിൽസി. ശരി.